നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സ്പൈസ് ജെറ്റിന്റെ കൊച്ചി ദുബായ് വിമാനം വൈകുന്നതിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. വിമാനം ഇന്ന് പുറപ്പെടില്ല. പ്രതിഷേധത്തിന് പിന്നാലെ യാത്രക്കാർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്നലത്തെ സർവീസ് മുടങ്ങി. ഇന്നെത്തിയ യാത്രക്കാരോടും അവർ വിമാനം യാത്രയും ഒക്കെ വൈകുന്ന സാഹചര്യം. ഇതിലെ ഈ രണ്ട് വിമാനങ്ങളിലും 2 ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവർക്കുള്ള പുനഃക്രമീകരണം എങ്ങനെയാണ്? ഗൂഗിൾ ദിവസേന സർവീസ് നടത്തുന്ന കൊച്ചി ദുബായ് സ്പൈസ് ST-80 വിമാനമാണ് ഇന്നലെയും ഇന്നുമായി മുടങ്ങിയിരിക്കുന്നത്. അതായത് ഇന്നലെ യാത്ര ചെയ്യേണ്ട 180 പേരും ഇന്ന് അതേ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ബുക്ക് ചെയ്ത മറ്റ് 180 പേരും ഇപ്പോൾ നിശ്ചയിച്ചിടങ്ങളിലേക്ക് പോകാനാവാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇന്നലെയും ഇന്നുമായി വലിയ പ്രതിഷേധം ഉണ്ടായെങ്കിലും ഒരു പകരം സംവിധാനം ഒരുക്കാൻ കമ്പനിക്കായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും വലിയ പ്രതിഷേധമുണ്ടായി. പക്ഷേ ഇന്നും പതിവ് പോലെ തന്നെ നാളത്തേക്ക് വിമാനത്തിന്റെ ക്രമീകരണം മാറ്റിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് രാത്രി 10 മണിയോടുകൂടി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരിലേക്ക് എത്തിയത്. എന്തായാലും പ്രതിഷേധം ഫലം കണ്ടില്ല. നാളെയും സമാനമായ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. യാത്രയ്ക്ക് മറ്റു മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരാകുകയാണ് യാത്രക്കാർ. ഗൂഗിൾ. ശരി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം ബുക്ക് ചെയ്ത യാത്രക്കാരാണ്. ഇന്നലെയും ഇന്നും 2 ദിവസവും ആ വിമാനത്തിന്റെ സർവീസ് ഉണ്ടായില്ല. 2 ദിവസവും യാത്രക്കാർ കുടുങ്ങുന്നു. ഏതായാലും നാളെ സർവീസ് നടത്തും എന്നതാണ് വിമാന കമ്പനി അധികൃതർ നടക്കുന്ന ആ വാക്ക് വിശ്വസിച്ച് പലരും മടങ്ങേണ്ട സാഹചര്യമുണ്ടായി. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദുബായിൽ നടു റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഡെലിവറി ജീവനക്കാർ തമ്മിൽ സംഘർഷം. ഒരാൾ മറ്റൊരാളെ ബൈക്കിടിച്ച് വീഴ്ത്തി. പ്രതിയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ദുബായിലാണ് സംഭവം നടന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടുകയും തുടർന്ന് മറ്റൊരു ഡെലിവറി ജീവനക്കാരനെ റോഡിൽ ഇടിച്ചു വീഴ്ത്തിയതിനുമാണ് നടപടി. ഇരുവരും ഓടിച്ചിരുന്ന ബൈക്ക് ഉപയോഗിച്ചാണ് അപകടമുണ്ടാക്കിയത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ദുബായ് പോലീസ് പുറത്തുവിട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ഡെലിവറി ബോയ് റോഡിൽ വീഴുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞാണ് പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. തർക്കങ്ങൾ പരസ്പരം അക്രമത്തിലൂടെ തീർക്കരുതെന്നും പകരം ബന്ധപ്പെട്ട അധികാരികളുടെ സഹായം തേടണമെന്നും പൊതുജനങ്ങളോട് പോലീസ് നിർദ്ദേശിച്ചു. 24 ദുബായ്. മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് 7 ദിവസമായി റിയാദ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ഉത്തർപ്രദേശ് സ്വദേശിയെ നാട്ടിലെത്തിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് ഇയാളെ നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ മാസം 25-നാണ് UP സ്വദേശിയായ സുരേഷ് പാസ്വാൻ നാസ് എയർ വിമാനം വഴി നാട്ടിലേക്ക് പോകുന്നതിന് റിയാദ് വിമാനത്താവളത്തിൽ എത്തിയത്. എന്നാൽ യാത്രാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം പുറപ്പെടുന്ന ഗേറ്റിലേക്ക് സമയപ്രകാരം എത്തിച്ചേരാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇയാളുടെ യാത്ര മുടങ്ങുകയായിരുന്നു. അതിനിടെ ഇയാളുടെ ലഗേജ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിരുന്നു. ലഗേജ് എത്തിയിട്ടും സുരേഷിനെ കാണാനില്ലാത്തതിനാൽ ബന്ധുക്കൾ നാസ് എയർ അധികൃതരുമായി ബന്ധപ്പെട്ടു. ഇദ്ദേഹത്തെ കാണാനായില്ല എന്നാണ് എയർലൈൻസ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. 5 ദിവസം പിന്നിട്ട ശേഷമാണ് സുരേഷിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. റിയാദ് വിമാനത്താവളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ സാമൂഹിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാടിനെ വിളിച്ച് സുരേഷിനെക്കുറിച്ചുള്ള വിവരം കൈമാറുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി മോയിൻ അക്തറിനെ വിവരം അറിയിക്കുകയും എംബസിയുടെ നിർദ്ദേശപ്രകാരം വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. 5 ദിവസമായി ഇയാൾ യാതൊരു ഭക്ഷണവും കഴിച്ചിരുന്നില്ല. മാനസിക നില തകർന്ന് നിശബ്ദനായ അവസ്ഥയിലായിരുന്നു സുരേഷ്. വിഷയത്തിൽ ഇടപെട്ട സാമൂഹിക പ്രവർത്തകർ ഇയാളുടെ മൊബൈൽ ഫോൺ വഴി ബന്ധുക്കളുടെ നമ്പർ ശേഖരിക്കുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു. സുരേഷിൻ്റെ തിരോധാനത്തെ തുടർന്ന് ഏറെ ആശങ്കയിൽ കഴിയുകയായിരുന്നു കുടുംബം. ഇതിനുശേഷം എത്രയും പെട്ടെന്ന് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ ഞായറാഴ്ച രാത്രി 8:40-നുള്ള നാസ് എയർ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് സുരേഷിനെ ഡൽഹിയിലേക്ക് അയക്കുകയായിരുന്നു. പാലക്കാട് കൂട്ടായ്മ ഭാരവാഹികളായ കബീർ പട്ടാമ്പി, റൌഫ് പട്ടാമ്പി എന്നിവരും ഷിഹാബ് കൊട്ടുകാടിനൊപ്പം സഹായികളായി പ്രവർത്തിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ UAE-യിലെ തെരുവിൽ പ്രതിഷേധിച്ചതിന് തടവിലായ 57 പേരുടെ ജയിൽ ശിക്ഷ റദ്ദാക്കി. പിഴയും തടവും ഒഴിവാക്കി എല്ലാവരെയും ഉടൻ നാട് കടത്താനാണ് UAE പ്രസിഡന്റ് ഉത്തരവിട്ടത്. 3 പേർക്ക് ജീവപര്യന്തം തടവും 53 പേർക്ക് 10 വർഷവും ഒരാൾക്ക് 11 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചിരുന്നത്. തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ ഉത്തരവാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിരുത്തിയത്.
ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി റദ്ദാക്കിയ ബ്രിട്ടന്റെ നടപടിയെ ഖത്തർ സ്വാഗതം ചെയ്തു. പലസ്തീനിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സുരക്ഷാ കൗൺസിൽ, UN ജനറൽ അസംബ്ലി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നിവയുടെ പ്രമേയങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എയർ കേരള വിമാന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഹരീഷ് കുട്ടിയെ നിയമിച്ചതായി സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വക്താക്കൾ ദുബായിൽ അറിയിച്ചു. അടുത്ത വർഷം ആദ്യപാദത്തിൽ 3 വിമാനങ്ങൾ ഉപയോഗിച്ച് ഡൊമസ്റ്റിക് സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം. തുടർന്ന് രാജ്യാന്തര സർവീസും ആരംഭിക്കും. എയർ അറേബ്യ, സലാം എയർ, സ്പൈസ് ജെറ്റ്, വതനിയ എയർ എന്നീ കമ്പനികളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഹരീഷ് കുട്ടി. സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ്, വൈസ് ചെയർമാൻ അയൂബ് കല്ലട തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായിൽ 20-ലേറെ രാജ്യക്കാർ പങ്കെടുത്ത വ്യത്യസ്തമായ ഓണാഘോഷം അരങ്ങേറി. ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷനാണ് ദുബായ് ഇന്ത്യൻ ക്ലബിൽ ആഘോഷം സംഘടിപ്പിച്ചത്. സദ്യ അടക്കമായിരുന്നു ആഘോഷം. ഈജിപ്ഷ്യനായ മൻസർ നവാറാണ് മാവേലിയായി വേഷമിട്ടത്. വിവിധ രാജ്യക്കാരായ യുവതി യുവാക്കൾ സംഘമായി ഓണപ്പാട്ടുകൾ പാടുകയും പരമ്പരാഗത വസ്ത്രം ധരിച്ച് തിരുവാതിര അടക്കം അവതരിപ്പിക്കുകയും ചെയ്തു. വടംവലി മത്സരവും അരങ്ങേറി. മറ്റു വാർത്തകളിലേക്ക്. മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസ്. നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. പരാതി നൽകിയതിന് പിന്നാലെ നിവിൻ പോളി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി 24നോട് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതി. കഴിഞ്ഞ നവംബറിലാണ് സംഭവമെന്നും പരാതിക്കാരി. 6 ദിവസം യുവതിയെ തടവിൽ പാർപ്പിക്കുകയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് FIR. നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശ്രേയ, തൃശൂർ സ്വദേശിയായ നിർമ്മാതാവ് AK സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് പരാതിക്കാരി മൊഴി നൽകിയത്. പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറുകയായിരുന്നു. കേസ് അന്വേഷിക്കുക SIT തന്നെയാകും. പീഡന പരാതിയുമായി നേരത്തെ ഊന്നുകൽ പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാരി 24നോട് പറഞ്ഞു. AK സുനിലാണ് എനിക്ക് അറിയാവുന്നത്, പ്രൊഡ്യൂസർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളിനെ പരിചയപ്പെടുത്തി തന്നത്. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. പരാതി നൽകിയതിന് പിന്നാലെ നിവിൻ പോളിയുടെ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്നും ആരോപണം. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്നും യുവതി. അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വെക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും, അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും ഹസ്ബൻഡിൻ്റെ മോനും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊത്തിച്ച് കൊല്ലുമെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു. AK സുനിലാണ് തനിക്ക് നിവിൻ പോളിയെ പരിചയപ്പെടുത്തിയതെന്നും യുവതി പറഞ്ഞു. 24 കൊച്ചി. തനിക്കെതിരായ പീഡന പരാതി വ്യാജമെന്ന് കണ്ടെത്തി പോലീസ് തള്ളിക്കളഞ്ഞതെന്ന് നടൻ നിവിൻ പോളി. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. എവിടേക്കും ഒളിച്ചോടില്ലെന്നും നിവിൻ പോളി പ്രതികരിച്ചു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തുന്ന വാർത്ത വന്ന് അധികം വൈകാതെ തന്നെ നിവിൻ പോളിയുടെ ആദ്യ പ്രതികരണം. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. പിന്നാലെ നിവിൻ പോളി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 1.5 മാസം മുൻപ് ഊന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ച് പരാതി ലഭിച്ച കാര്യം അറിയിച്ചു. വസ്തുതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ കേസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞതായും നിവിൻ പോളി. 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു CI ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. പരാതിക്കാരിയെ അറിയില്ല. പ്രതിപട്ടികയിലുള്ള AK സുനിലിനെ മാത്രമാണ് പരിചയം. എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും താൻ എങ്ങോട്ടും ഒളിച്ചോടില്ലെന്നും നിവിൻ പോളി വ്യക്തമാക്കി. നിയമവശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികളിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. 24 കൊച്ചി.
ദുബായ് മാളിൽ വെച്ച് AK സുനിലിനൊപ്പം നിവിൻ പോളിയെ കണ്ടിരുന്നുവെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് റാഫേൽ പൊഴോലിപ്പറമ്പിൽ. നിവിൻ പോളിക്കെതിരെ ലൈംഗികാരോപണത്തിൽ കഴമ്പില്ലെന്ന് റാഫേൽ പറഞ്ഞു. ദുബായിൽ AK സുനിലിനൊപ്പം റാഫേലുമായി സിനിമാ നിർമ്മാണത്തിന്റെ കാര്യം ചർച്ച ചെയ്യുക മാത്രമാണുണ്ടായതെന്നായിരുന്നു നിവിൻ പോളിയുടെ വിശദീകരണം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ആരോപണ ബോംബുകളുമായി എത്തി സർക്കാരിനെയും CPIM-നെയും ഞെട്ടിച്ച PV അൻവർ ഒടുവിൽ മയപ്പെട്ടു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത നിലപാടിൽ നിന്ന് PV അൻവർ MLA പിന്നോട്ടു പോയത്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചെന്നുമാണ് PV അൻവർ പറയുന്നത്. സർക്കാരിനെയും CPIM-നെയും പിടിച്ചുലയ്ക്കുന്ന ആരോപണങ്ങളുമായാണ് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കളം നിറഞ്ഞത്. വാക്കിലും നോക്കിലും അപാരമായ ആത്മവിശ്വാസം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP-യെയും ഉന്നമിട്ട് PV അൻവർ നടത്തിയ ആരോപണങ്ങളിൽ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം 2 ചുവട് പിന്നോട്ട്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കും. തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചെന്നും പ്രതികരണം. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നായിരുന്നു ഇന്നലെ PV അൻവർ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ നിലപാടല്ല. P ശശിയെ മാറ്റണമോ എന്ന ചോദ്യത്തിന് പ്രതികരണമില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്ക് അതിൻ്റെ ആളല്ല ഞാൻ. പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി കേട്ടിരുന്നെന്നാണ് PV അൻവർ പറയുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എഴുതി നൽകും. സഖാവ് എന്ന നിലയിലാണ് പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും തന്റെ പിന്നിൽ ദൈവം മാത്രമാണുള്ളതെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. 24 തിരുവനന്തപുരം. CPIM അച്ചടക്ക നടപടി സ്വീകരിച്ച PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് കൂടി നീക്കണമെന്ന് പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യം. ഇത് സംബന്ധിച്ച ശുപാർശ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകി. ഒഴിയാൻ പറഞ്ഞാൽ അപ്പോൾ നോക്കാമെന്നായിരുന്നു PK ശശിയുടെ മറുപടി. ശശിക്കെതിരെ സ്വീകരിച്ചത് ശക്തമായ നടപടിയെന്ന് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത് കഴിഞ്ഞ ദിവസം. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും PK ശശിയെ നീക്കിയിരുന്നു. ഇപ്പോൾ ബ്രാഞ്ച് അംഗം മാത്രമാണ് PK ശശി. KTDC ചെയർമാൻ സ്ഥാനം കൂടി PK ശശിയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ആവശ്യം. CITU നേതൃത്വത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യമുണ്ട്. സംഘടനാ തലത്തിലും PK ശശിക്ക് പിന്തുണ ഇല്ലാതാവുകയാണ്. ജില്ലാ നേതൃത്വത്തിന് തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് PK ശശിയുടെ പ്രതികരണം. CPM-ലുള്ള അച്ചടക്ക നടപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്, അതിൻ്റെ നടപടിക്രമം എന്താണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി തന്നെ നിങ്ങളോട് വ്യക്തമാക്കിയതാണ്. ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം ഒരു ഉത്തരവാദപ്പെട്ട കേന്ദ്രം തീരുമാനിച്ച് എന്നെ ഏൽപ്പിച്ചതാണ്. അവർ മറിച്ചാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ സമയത്ത് ആലോചിക്കാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശശിക്കെതിരായ നടപടിയിലൂടെ മുഖം മിനുക്കൽ കൂടി പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. 24 പാലക്കാട്. AK ശശീന്ദ്രന് പകരം താൻ മന്ത്രിയാകാൻ പോകുന്നെന്ന വാർത്ത തള്ളാതെ കുട്ടനാട് MLA തോമസ് കെ തോമസ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ പിന്തുണ തനിക്കാണെന്ന സൂചനയും തോമസ് കെ തോമസ് നൽകുന്നുണ്ട്. എന്നാൽ രാജിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. തോമസ് കെ തോമസിനോട് ഇടഞ്ഞു നിന്ന സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും മന്ത്രിമാറ്റ ചർച്ചയിൽ അനുകൂല നിലപാടെടുത്തതോടെ ശുഭപ്രതീക്ഷയിലാണ് തോമസ് കെ തോമസ്. എൻ്റെ സംസ്ഥാന നേതാവ് PC ചാക്കോയാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിന് തീരുമാനമെടുക്കേണ്ടത്. ദേശീയ പ്രസിഡന്റ് ശരത് പവാർജിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അവരെന്ത് തീരുമാനമെടുത്ത് തന്നെ അറിയിച്ചാലും അത് ഉൾക്കൊള്ളാനും അത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ 2.5 വർഷത്തെ ധാരണയുണ്ടെന്നും കടുത്ത നിലപാടിലേക്ക് താൻ പോകുമെന്നും മുൻപ് തോമസ് കെ തോമസ് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. എന്നാൽ മന്ത്രിപദത്തിലേക്കുള്ള വഴി തെളിഞ്ഞതോടെ വലിയ ആഗ്രഹങ്ങളില്ലെന്നായിരുന്നു പ്രതികരണം. ഞാനും പാർട്ടിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം പാർട്ടി എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ല. രാജിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനവും രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ശശീന്ദ്രന്റെ മറുപടി ഇങ്ങനെ. പ്രസിഡന്റ് തന്നെ അങ്ങനെ ഒരു ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അഥവാ അതാണ് നിങ്ങൾ വാർത്ത ഉണ്ടാക്കിയിട്ട് ആ വാർത്ത കേട്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റൂല്ലോ. എനിക്കറിയാത്ത കാര്യമാണ്. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശിച്ചാൽ മാറാമെന്നായിരുന്നു ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനവും രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ നിലപാടെന്ന സൂചനയുമുണ്ട്.
വിവാദത്തിനിടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. 24 ആലപ്പുഴ. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം തുടരുന്നതിനിടെ ബലാത്സംഗ കേസുകളിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കി പശ്ചിമബംഗാൾ നിയമസഭ. അപരാജിത എന്ന പേരിലാണ് ബിൽ അവതരിപ്പിച്ചത്. അതിനിടെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷാ ചുമതലയുള്ള CISFന് സംസ്ഥാന സർക്കാർ സൗകര്യമൊരുക്കിയില്ലെന്ന് ആരോപിച്ച് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചു. കുറ്റക്കാർക്ക് വധശിക്ഷയും കനത്ത പിഴയും ഉറപ്പാക്കുന്നതാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബംഗാൾ ക്രിമിനൽ നിയമഭേദഗതി ബിൽ 2024. അതിജീവിതരുടെ വിശദാംശങ്ങൾ അനുമതിയില്ലാതെ പങ്കുവയ്ക്കുന്നവർക്ക് തടവ് ശിക്ഷ വർദ്ധിപ്പിക്കാനും വിചാരണാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. നിയമമന്ത്രി മോളോയ് ഘടക് അവതരിപ്പിച്ച ബില്ല് ഏകകണ്ഠമായി പാസാക്കി. তাৎপর্যটা বুঝুন। 1 নম্বর বর্ধিত শাস্তি, 2 নম্বর দ্রুত তদন্ত. ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എടുത്തു പറഞ്ഞു. പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മമതയുടെ ശ്രമമെന്ന് BJP തിരിച്ചടിച്ചു. ആർജിക്കോർ മെഡിക്കൽ കോളേജിൽ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് വിന്യസിച്ച CISF ജവാന്മാർക്ക് ബംഗാൾ സർക്കാർ മതിയായ താമസ സൗകര്യമോ സുരക്ഷയോ ഒരുക്കുന്നില്ല എന്നാരോപിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കമുള്ള 4 പേരെ കോടതി 8 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. 24 ഡൽഹി. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 36ആയി. ഇരു സംസ്ഥാനങ്ങളിലുമായി 70,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. മഴക്കെടുതിയെ തുടർന്ന് 11 ട്രെയിനുകൾ കൂടി റദ്ദാക്കി. പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇരു മുഖ്യമന്ത്രിമാരും ആവശ്യപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്കു സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം 3 ദിവസം തുടർച്ചയായി പെയ്തിറങ്ങിയതോടെയാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങൾ പ്രളയത്തിൽ മുങ്ങിയത്. ആന്ധ്രാപ്രദേശിൽ മാത്രം 4 ലക്ഷത്തോളം ജനങ്ങളെ പ്രളയം ബാധിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. തെലങ്കാനയിൽ 17ഉം ആന്ധ്രയിൽ 19 പേർക്കും മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായി. ഇന്നലെ വൈകിട്ടു മുതൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും വിജയവാഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. തെലങ്കാനയിൽ മഹബൂബാബാദ്, കമ്മം, സൂര്യാപേട്ട് ജില്ലകളിലാണ് മഴക്കെടുതി കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. പ്രളയബാധിത മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സന്ദർശിച്ചു. മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഹെലികോപ്റ്റർ, ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം എത്തിക്കുന്നത്. ആന്ധ്രയിൽ 1,72,000 ഹെക്ടറിലും തെലങ്കാനയിൽ 4,4 ലക്ഷം ഏക്കറിലും കൃഷി നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. അതേസമയം തെക്കൻ ഗുജറാത്തിൽ മഴ ശക്തിപ്പെട്ടതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ആഴ്ച പ്രളയ സമാന സാഹചര്യമുണ്ടായ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെയാണ് വീണ്ടും മഴ കനത്തത്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ബംഗളൂരു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള അടിയന്തര ധനസഹായവും വാടകത്തുകയും വർദ്ധിപ്പിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇക്കാര്യം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തത്തിനുള്ള ഇടയാക്കാമെന്ന ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ പഠന റിപ്പോർട്ടും പുറത്തുവന്നു. ദുരന്തബാധിതർക്കുള്ള അടിയന്തര ധനസഹായം 10,000 രൂപയും വാടകത്തുകയായി സർക്കാർ നിശ്ചയിച്ചത് 6,000 രൂപയുമായിരുന്നു. ഇത് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വകുപ്പുതല ഏകോപനം കാര്യക്ഷമമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഐസർ മൊഹാലിയിലെ ഗവേഷകർ ഉരുൾപൊട്ടലിന് ശേഷം നടത്തിയ പഠനത്തിലെ വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. തുലാമഴ അതിശക്തിയായി പെയ്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടാകാം. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഇളകിയ പാറകളും ഉറയ്ക്കാത്ത മണ്ണുമാണുള്ളത്. അവശിഷ്ടങ്ങളായ പാറക്കെട്ടുകളും മണ്ണും മരങ്ങളും താഴേക്ക് പതിക്കാം. ഇവ പാറയിടുക്കിൽ തങ്ങി ഡാം പോലെ രൂപപ്പെട്ടാൽ ആഘാതം വലുതായിരിക്കും. പെട്ടിമുടിയിലുണ്ടായതിനേക്കാൾ 35 ഇരട്ടി പ്രഹരശേഷിയുള്ള ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തകർന്നു കിടക്കുന്ന വലിയ പാറക്കെട്ടുകൾ ആശങ്ക ഏറ്റുന്നു. ചൂരൽമല മേഖലയിൽ ആളുകൾ താമസിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവേഷക സംഘത്തിന്റെ വിലയിരുത്തലുകൾ ഗൗരവം കൂട്ടുന്നു. മതിയായ മുൻകരുതൽ എടുക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ടീം 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 , 24 ,
ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് വിശ്രമമുറി നിർബന്ധമാക്കണമെന്ന് സർക്കാർ ഉത്തരവ്. നിബന്ധന പാലിക്കുന്നവർക്ക് മാത്രമേ ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ നൽകൂ. ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഇത് ഉൾപ്പെടുത്തി. ടൂറിസം വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ടൂറിസ്റ്റ് വാഹന ഡ്രൈവർമാർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. കഴിഞ്ഞ നിരവധി കാലമായി ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് വിശ്രമമുറി. മിക്കപ്പോഴും വിനോദസഞ്ചാരികളുമായി ഹോട്ടലുകളിലെത്തുന്ന ടാക്സി ഡ്രൈവർമാർ രാത്രികാലങ്ങളിൽ കാറിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരികയാണ്. ഇതിനുള്ള പരിഹാരമായിട്ടാണ് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ കൊണ്ടുവരുന്ന ഡ്രൈവർമാർക്ക് വിശ്രമമുറി സർക്കാർ നിർബന്ധമാക്കിയത്. വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് വിശ്രമമുറി നൽകേണ്ടത്. വിശ്രമമുറിയും ബാത്റൂം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നൽകണം. തീരുമാനം സ്വാഗതാർഹമാണെന്ന് ടാക്സി ഡ്രൈവർമാർ. നല്ല കാര്യമാണ്, പക്ഷേ ഇത് എത്രത്തോളം ഇത് നടക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇപ്പോഴും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വർഷത്തിന് മേളിലായി. വിശ്രമമുറികൾ നൽകുന്ന താമസ സ്ഥലങ്ങളെ മാത്രമേ ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തൂവെന്നും സർക്കാർ വ്യക്തമാക്കി. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേ എന്നിവയുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഡ്രൈവർമാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ചട്ടം ഉൾപ്പെടുത്തും. 24 തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് സമനില. റാങ്കിങ്ങിൽ ഏറെ പിന്നിലുള്ള മൗറീഷ്യസിനോടാണ് ഇന്ത്യ ഗോൾ രഹിത സമനില വഴങ്ങിയത്. പന്ത് കൂടുതൽ സമയം കൈവശം വെക്കുകയും കൂടുതൽ ഷോട്ട് ഉതിർക്കുകയും ചെയ്തിട്ടും ഗോൾ നേടാൻ മാത്രം ഇന്ത്യക്കായില്ല. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 124 സ്ഥാനത്തും മൗറീഷ്യസ് 179 സ്ഥാനത്തുമാണ്. പുതിയ പരിശീലകൻ മനോല മാർക്വേസിന്റെ തുടക്കം അങ്ങനെ നിരാശപ്പെടുത്തുന്നതായി. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 16ാം മെഡൽ. വനിതകളുടെ 400 മീറ്ററിൽ ദീപ്തി ജീവാൻജി വെങ്കലം നേടി. പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന രണ്ടാമത്തെ താരമാണ് ദീപ്തി. ഇതേ ഗെയിംസിൽ പ്രീതി പാലാണ് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ താരം. പ്രീതി 100, 200 മീറ്ററുകളിൽ വെങ്കലം നേടിയിരുന്നു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.